അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെയും വർക്ക് ബുക്കിന്റെയും 6ാമത്തെ പാഠാണ് വായിക്കുന്നത്. സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ അഥവാ വഖഫിനെ കുറിച്ചാണ് പറയുന്നത്. പാഠത്തിൽ പറയുന്ന വിഷയങ്ങളെ വഖഫ് എന്താണ്, എന്താണ് വഖഫ് ചെയ്യാൻ പറ്റുക, ഒരു വസ്തു വഖഫ് ചെയ്താൽ അത് ഖിയാമത്ത് നാൾ വരെ വഖഫാകുമോ, അത് മറിച്ചു വിൽക്കാൻ പറ്റുമോ, വെറുതെ കൊടുക്കാൻ പറ്റുമോ, അതുപോലെ നേർച്ച 2 വിധമുണ്ട്. അവ ഏതെല്ലാം, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ നേർച്ചകൾ എന്തൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഖൈബറിൽ ഗനീമത്തായി ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭൂമി ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് ഭൂമി ലഭിച്ചു, ഇതിനേക്കാൾ നല്ല ഒന്നും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ അതിന്റെ മൂലവസ്തു വഖഫ് ചെയ്യുകയും ആദായം ദാനം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ ഭൂമി വിൽക്കുകയോ ദാനമായി നൽകുകയോ അനന്തരമെടുക്കുകയോ പാടില്ല എന്ന വ്യവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു ദാനമായി നൽകി. അതിൽ നിന്നുള്ള വരുമാനം ദരിദ്രർക്കും ബന്ദികൾക്കും അടിമമോചനത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിലും അതിഥികൾക്കും യാത്രക്കാർക്കും വേണ്ടി ഉപയോഗിക്കണമെന്നും വ്യവസ്ഥ വെച്ചു. അതിന്റെ നടത്തിപ്പുകാർക്ക് ന്യായമായ രീതിയിൽ ഭക്ഷിക്കാം, സുഹൃത്തുക്കളെ കഴിപ്പിക്കാം. അത് മുഖേന സാമ്പത്തിക നേട്ടം ഉദ്ദേശിക്കാൻ പാടില്ല. ബുഖാരി 2776 ഹദീസായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ പറയുന്ന വിഷയം വഖഫ് അനുവദനീയമാണ്. വഖഫ് ചെയ്താലുള്ള ഗുണം എന്താണ്? ഒരു കാര്യം വെച്ച് വഖഫ് ചെയ്താൽ ആ കാര്യത്തിന് മാത്രമേ നീക്കി വെക്കാവൂ എന്നൊക്കെയാണ് ഹദീസിൽ അറിയിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. മൂലവസ്തു നിലനിർത്തി അതിന്റെ ഫലം മറ്റുള്ളവർക്ക് ഹലാല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സാധനം വഖഫ് ചെയ്താൽ അത് വിൽക്കാനോ വെറുതെ കൊടുക്കാനോ ഒന്നും പാടില്ല. അതിന്റെ ഫലം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. മസ്ജിദുകള്, പാഠശാലകൾ, റോഡ്, പാലം, ജലാശയങ്ങൾ, തോട്ടങ്ങൾ തുടങ്ങിയ പലതും നമ്മുടെ മുൻഗാമിൽ വഖഫ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയും പൊതുക്ഷേമവും സാമൂഹിക സമത്വവുമാണ് വഖഫിന്റെ ലക്ഷ്യം. വഖഫിന് 4 റുക്നുകളുണ്ട്. 1 വഖഫ് ചെയ്യുന്നവൻ, 2 ഗുണഭോക്താവ് അഥവാ ആർക്കാണ് അതിന്റെ ഫലം ലഭിക്കുന്ന അയാള്, 3ാമത്തത് വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു, 4 വഖഫിന്റെ സീറൽ വാചകം പറയണം, അപ്പോഴേ വഖഫാവുള്ളൂ. വഖഫ് ചെയ്യുന്ന വ്യക്തി ആ വസ്തുവിൽ ഉടമസ്ഥാവകാശവും ക്രിയാവിക്രയ അധികാരവുമുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനുമാകണം. വഖഫ് ചെയ്യുന്നത് തെറ്റായ കാര്യത്തിനാവരുത്. ഗുണഭോക്താക്കൾ ഉടമാവകാശം കൈപ്പറ്റാൻ യോഗ്യരായിരിക്കണം. ജനിക്കാൻ പോകുന്ന കുട്ടിക്കോ നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദിനെ വഖഫ് ചെയ്താൽ സാധുവാകുന്നതല്ല. ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഉള്ള വസ്തുവായിരിക്കണം എന്നർത്ഥം. മൂലവസ്തു നിലനിർത്തി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. പഴങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ വഖഫ് ചെയ്യാൻ പാടില്ല. എന്നാൽ മരം, തോട്ടം തുടങ്ങിയവ, അതിലെ കായ്കനികൾ ഉപയോഗിക്കാൻ വഖഫ് ചെയ്യാം. 1 വർഷത്തേക്കോ മറ്റോ കാലാവധി നിശ്ചയിച്ച് വഖഫ് ചെയ്യാൻ പാടില്ല. നിയ്യത്ത് ചെയ്താൽ മാത്രം വഖഫാകില്ല. ഉദ്ദേശം വ്യക്തമാകും വിധമുള്ള വാചകം നിർബന്ധമാണ്. വഖഫ് ചെയ്യപ്പെട്ട വസ്തു വിൽക്കാനോ ദാനം ചെയ്യാനോ അനന്തരമായി നൽകാനോ പാടില്ല. വഖഫ് ചെയ്തവൻ നിശ്ചയിച്ച ഷർത്തുകൾക്കനുസരിച്ച് അതിന്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും എടുക്കാം. ശരീഅത്തിന് വിരുദ്ധമോ വഖഫിന്റെ ഉദ്ദേശത്തിന് എതിരോ ആണെങ്കിൽ വഖഫ് ചെയ്തവന്റെ നിബന്ധനകൾ മാനിക്കേണ്ടതില്ല. കൂട്ടുസ്വത്ത് വഖഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം മാത്രമോ താഴ്ഭാഗം മാത്രമോ വഖഫ് ചെയ്യാം. നീക്കാൻ പറ്റാത്ത രീതിയിൽ ഉറപ്പിച്ചാൽ മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുന്ന പായ പോലുള്ള വസ്തുക്കളെ വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പായ വഖഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതവിടെ ഉറപ്പിക്കണം. എന്നാൽ മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. നിബന്ധന ഒത്തുവന്നാൽ വഖഫ് ചെയ്തവനും വഖഫിന്റെ സ്വത്തിൽ നിന്നുള്ള പ്രയോജനം നേടാം. അതായത് വഖഫ് ചെയ്തവൻ പണ്ഡിതനാണെങ്കിൽ പണ്ഡിതന്മാർക്ക് വഖഫ് ചെയ്ത വസ്തു അവനും ഉപയോഗിക്കാം. എന്നാൽ അവൻ ഉപയോഗിക്കുമെന്ന് നിബന്ധന വെച്ചാൽ വഖഫ് ബാത്തിലാകും. മസ്ജിദ് തകർന്നാലും അതിന്റെ വഖഫ് നിലനിൽക്കും. വഖഫ് മരങ്ങൾ ഉണങ്ങുകയോ പറിക്കപ്പെടുകയോ ചെയ്താലും വഖഫ് മുറിയുകയില്ല. വാടക കൊടുത്തോ ഫർണിച്ചറുകൾ ഉണ്ടാക്കിയോ അത് ഉപയോഗിക്കാം. മസ്ജിദിന്റെ വഖഫ് പായ ഉപയോഗശൂന്യമാകുകയോ വഖഫ് മരത്തടികൾ പൊട്ടുകയോ കത്തിക്കലല്ലാതെ മറ്റൊരു ഉപയോഗവും ഇല്ലാതാവുകയോ ചെയ്താൽ അവ വിൽക്കുകയും അതിന്റെ വില കൊണ്ട് സമാനമായ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യാം. അത് സാധ്യമല്ലെങ്കിൽ കിട്ടിയ വില മസ്ജിദിന്റെ മറ്റൊരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം.
പൊളിഞ്ഞു വീഴുമെന്ന് ഭയക്കുമ്പോൾ മാത്രമേ മസ്ജിദ് പൊളിക്കാൻ പാടുള്ളൂ. പൊളിച്ച സാധനങ്ങൾ ആ മസ്ജിദിനോ മറ്റൊരു മസ്ജിദിനു വേണ്ടി ഉപയോഗിക്കണം. മസ്ജിദ് അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ തീരെ മസ്ജിദില്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാം. അതും സാധ്യമല്ലെങ്കിൽ വഖഫ് ചെയ്തയാളുടെ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം. അവരില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നൽകാം. ഇതാണ് മസ്അല, വഖഫിന്റെ മസ്അല. ഇനി നോക്കൂ, വഖഫ് പോലെ വാക്കാൽ ഉച്ചരിച്ചാൽ മാത്രം സ്വഹീഹാകുന്ന കാര്യമാണ് നേർച്ച. വഖഫ് പോലെ നേർച്ച പറയണം, ഞാൻ നേർച്ചയാക്കിയെന്ന് തന്നെ പറയണം, മനസ്സ് കരുതിയാൽ പോരാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവൻ നേർച്ച വീട്ടുക. ആരെങ്കിലും തെറ്റ് ചെയ്യാൻ നേർച്ച ചെയ്താൽ അവൻ അത് ചെയ്യരുത്. ബുഖാരിപ്പെട്ട ഹദീസാണ്. സുന്നത്തോ ഫർളീഫായോ ആയ കാര്യങ്ങളെ മാത്രമേ നേർച്ചയാക്കാൻ പറ്റുകയുള്ളൂ. നേർച്ചക്ക് 3 റുക്കുനുകളുണ്ട്. 1 നേർച്ചയാക്കുന്നവൻ, 2 നേർച്ചയാക്കപ്പെട്ട പ്രവർത്തനം, 3 സീഗ. നേർച്ചയാക്കുന്നവൻ മുസ്ലിമാവുക, മുക്കല്ലഫാവുക, തന്റെ ഇടമുണ്ടാവുക, നേർച്ചയാക്കിയ പ്രവർത്തി ചെയ്യാൻ സാധിക്കുന്നതാവുക തുടങ്ങിയതിന്റെ നിബന്ധനകളാണ്. ഇനി പറയുന്നത് നേർച്ച 2 വിധമുണ്ട്, ലജാജും തബറുറും. 1 ലജാജ്, 2 തബറുറ്. ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വാർത്ത ശരിവെക്കാനോ വേണ്ടിയുള്ള നേർച്ചയാണ് ലജാസ്. ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വാർത്ത ശരിവെക്കാനോ വേണ്ടിയുള്ള നേർച്ചയാണ് ലജാജ്. ആ കാര്യം സത്യമാണെങ്കിൽ ഞാൻ നാളെ നോമ്പെടുക്കും എന്ന് പറയുന്നത് ലജാജാണ്. ആണെങ്കിൽ എന്നിപ്പോ കൂട്ടി പറയാം, ഇത് മക്രൂഹാണ്. എന്ത് ലജാജിന്റെ വിധി? മക്രൂഹ്. ഇപ്രകാരം ചെയ്താൽ അത് നിറവേറ്റണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകണം. മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുകയോ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ ചെയ്യുന്നതാണ് കഫാറത്ത്. നല്ല കാര്യത്തിന് വേണ്ടിയുള്ള നേർച്ചയാണ് തബറുർ. നല്ല കാര്യത്തിന് വേണ്ടിയുള്ള നേർച്ചയാണ് തബറുർ. ഒരു കാര്യത്തോട് ബന്ധിപ്പിച്ചും അല്ലാതെയും ചെയ്യാം. എനിക്ക് രോഗം മാറിയാൽ ഞാൻ നോമ്പെടുക്കും എന്നത് ബന്ധിപ്പിച്ച് നേർച്ച ചെയ്യുന്നതിനുള്ള ഉദാഹരണമാണ്. ഇത് മന്ദൂബാണ്. ബന്ധിപ്പിക്കാത്ത നേർച്ച ഉടനടി നിറവേറ്റണം. ബന്ധിപ്പിച്ചതാണെങ്കിൽ ആ കാര്യമുണ്ടാകുമ്പോഴാണ് നിർവഹിക്കേണ്ടത്. നേർച്ചയാക്കപ്പെട്ടത് ആർക്കാണോ അവൻ തിരസ്കരിച്ചാൽ നേർച്ച അസാധുവാകും. ഒരു മസ്ജിദിന് നേർച്ച ചെയ്താൽ ഉറുഫനുസരിച്ചുള്ള മസ്ജിദിന്റെ ആവശ്യങ്ങൾക്ക്, ഉറുഫനാല് സാധാരണ, ഉറുഫനുസരിച്ചുള്ള മസ്ജിദിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. മക്കയിലേക്ക് നേർച്ച ചെയ്ത വസ്തു കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ അത് മക്കയിലെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. അല്ലെങ്കിൽ അത് വിറ്റ് അതിന്റെ വില അവിടത്തെ പാവപ്പെട്ടവർക്ക് നൽകണം. മസ്ജിദിലോ മഖബറയിലോ വിളക്ക് വെക്കാൻ നേർച്ച ചെയ്താൽ അവിടെ പ്രയോജനം ലഭിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് സാധുവാണ്, അല്ലെങ്കിൽ അസാധുവാണ്. നോമ്പെടുക്കാൻ നേർച്ചയാക്കിയാൽ ഒരു നോമ്പും നിസ്കാരം നേർച്ചയാക്കിയാൽ 2 റക്അത്തും ചെയ്യണം. സ്വതക്കയാണെങ്കിൽ മൂല്യമുള്ളത് നൽകണം. ദർഹം അഥവാ വെള്ളി നാണയം ദാനം ചെയ്യാൻ നേർച്ച ചെയ്താൽ ദീനാർ അഥവാ സ്വർണ്ണ നാണയം മതിയാകില്ല. നേർച്ചയാക്കി എന്താണോ തന്നെ കൊടുക്കണം എന്നർത്ഥം. പ്രത്യേക മസ്ജിദിന്റെ നിർമ്മാണമോ പരിപാലനമോ നേർച്ച ചെയ്താൽ മറ്റൊരു മസ്ജിദ് ഉപയോഗിക്കാൻ പറ്റില്ല. മക്ക, മദീന, അഖ്സ എന്നീ 3 മസ്ജിദുകളിൽ ഒന്നിൽ നിസ്കരിക്കാൻ നേർച്ച ചെയ്താൽ മക്കയിലെ മസ്ജിദ് മദീന മസ്ജിദിനും അഖ്സക്കും പകരമാകും. മദീനയിലെ മസ്ജിദ് അഖ്സക്ക് പകരമാകും. മറ്റു മസ്ജിദ് നിസ്കരിക്കാൻ നേർച്ച ചെയ്താൽ ഏത് മസ്ജിദ് വെച്ച് നിസ്കരിക്കാം. ഇനി നമുക്ക് വർക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, നുജീബു ബി കലിമത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭൂമി ഗനീമത്തായി ലഭിച്ച യുദ്ധമേത്? ഖൈബർ. ചോദ്യം 2, വഖഫിന്റെ റുക്നുകൾ എത്ര? 4. ചോദ്യം 3, നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദിന് വഖഫ് ചെയ്താൽ സാധുവാകുമോ? സാധുവാകുന്നതല്ല. ചോദ്യം 4, ഒരു കെട്ടിടത്തിന്റെ 1-ാം നില മാത്രം വഖഫ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 5, ഒരു മസ്ജിദ് തകർന്നാൽ അതിന്റെ വഖഫ് നിലനിൽക്കുമോ? നിലനിൽക്കും. വഖഫ് ചെയ്ത മരമുണങ്ങിയാൽ അത് വിൽക്കാൻ പറ്റുമോ? വിൽക്കാം. 7-ാമത്തെ ചോദ്യം, റമളാൻ നോമ്പ് നേർച്ചയാക്കാൻ പറ്റില്ല, കാരണം അത് ഫർള് ഐനാണ്. 8-ാമത്തെ ചോദ്യം, ദിർഹം ദാനം ചെയ്യാൻ നേർച്ചയാക്കിയാൽ ദീനാർ കൊടുത്ത നേർച്ച വിടുമോ? വീടുകയില്ല. 2-ാമത്തെ ആക്ടിവിറ്റി നുബയ്യിൻ വിശദീകരിക്കാം. ചോദ്യം 1, എന്താണ് വഖഫ്?
മൂലവസ്തു നിലനിർത്തി അതിന്റെ ഫലം മറ്റുള്ളവർക്ക് ഹലാലാ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് വഖഫ്. ചോദ്യം 2, വഖഫിന്റെ ലക്ഷ്യമെന്ത്? അള്ളാഹുവിന്റെ തൃപ്തിയും പൊതുക്ഷേമവും സാമൂഹിക സമത്വവുമാണ്. ചോദ്യം 3, വഖഫ് ചെയ്തവന്റെ നിബന്ധനകൾ പാലിക്കേണ്ടതില്ല എപ്പോൾ? ഉത്തരം, ശരീഅത്തിന് വിരുദ്ധമോ വഖഫിന്റെ ഉദ്ദേശത്തിന് എതിരോ ആണെങ്കിൽ വഖഫ് ചെയ്തവന്റെ നിബന്ധനകൾ മാനിക്കേണ്ടതില്ല. 4-ാമത്തെ ചോദ്യം, നേർച്ചയുടെ ഫർളുകൾ ഏതെല്ലാം? 1, നേർച്ചയാക്കുന്നവൻ. 2, നേർച്ചയാക്കപ്പെട്ട പ്രവർത്തനം. 3, സീഗ. ചോദ്യം 5, എന്താണ് നദർ ലജാജ്? ഉത്തരം, ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വാർത്ത ശരിവെക്കാനോ വേണ്ടിയുള്ള നേർച്ചയാണ് ലജാജ്. 6-ാമത്തെ ചോദ്യം, എന്താണ് നദർ തബറുർ? നല്ല കാര്യത്തിന് വേണ്ടിയുള്ള നേർച്ചയാണ്. 7-ാമത്തെ ചോദ്യം, നേർച്ച ലംഘിച്ചാൽ കഫാറത്ത് എന്ത്? ഉത്തരം, ഒരു മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുകയോ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ ചെയ്യുന്നതാണ് കഫാറത്ത്. ചോദ്യം 8, മസ്ജിദിൽ വിളക്ക് വെക്കാൻ നേർച്ചയാക്കിയാൽ സാധുവാകുന്നത് എപ്പോൾ? ഉത്തരം, അവിടെ പ്രയോജനം ലഭിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് സാധുവാകുന്നതാണ്. 3rd ആക്ടിവിറ്റി തഖ്സീസ് 1, നക്തുബ് ഫിഖ്റ, പാരഗ്രാഫ് എഴുതുക. അതിൽ 1-ാമത്തത്, എന്റെ നാട്ടിലുള്ള വഖഫ് സ്വത്തുക്കൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉത്തരമായിരിക്കും. എന്റെ നാട്ടിൽ പള്ളികൾ, മദ്രസകൾ, ഖബർസ്ഥാനങ്ങൾ, വഖഫ് ചെയ്ത ഭൂമികൾ തുടങ്ങിയ നിരവധി വഖഫ് സ്വത്തുക്കളുണ്ട്. ഇവ മുസ്ലിങ്ങളുടെ സേവനത്തിനും സമൂഹത്തിന് നന്മക്കായി ഉപയോഗിക്കുന്നു. ചോദ്യം 2, സാധുവാകാത്ത വഖഫുകൾ. ജനിക്കാൻ പോകുന്ന കുട്ടികൾ, നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദ് മൂലവസ്തു നിലനിർത്തി ഉപയോഗിക്കാൻ പറ്റുന്നതാകണം. പഴങ്ങളോ ഭക്ഷണ വസ്തുക്കളോ വഖഫ് ചെയ്യാൻ പാടില്ല. എന്നാൽ മരം, തോട്ടം തുടങ്ങിയവയിലെ കായികനികൾ ഉപയോഗിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാം. 3-ാമത്തത്, മസ്ജിദിലേക്ക് വഖഫ് ചെയ്തുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? മസ്ജിദിന്റെ വഖഫ് പായ ഉപയോഗശൂന്യമാവുകയോ മരത്തടികൾ പൊട്ടുകയോ, മസ്ജിദിന്റെ വഖഫ് പായ ഉപയോഗശൂന്യമാകുകയോ വഖഫ് മരത്തടികൾ പൊട്ടുകയോ കത്തിക്കലല്ലാതെ മറ്റൊരു ഉപയോഗവും ഇല്ലാതാവുകയോ ചെയ്താൽ അവ വിൽക്കുകയും അതിന്റെ വില കൊണ്ട് സമാനമായ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യാം. അത് സാധ്യമല്ലെങ്കിൽ കിട്ടിയ വില മസ്ജിദിന്റെ മറ്റൊരാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. 4-ാമത്തെ, നേർച്ചയുടെ ഷർത്തുകൾ. നേർച്ചയാക്കുന്നവൻ മുസ്ലിമാവുക, മുക്കല്ലഫാവുക, തന്റേടമുണ്ടാവുക, നേർച്ചയാക്കിയ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നതാവുക തുടങ്ങിയവ അതിന്റെ നിബന്ധനകളാണ്. 5-ാമത്തത്, മക്ക, മദീന, അൽ അഖ്സ മസ്ജിദുകളിൽ നിസ്കരിക്കാൻ നേർച്ചയാക്കൽ. മക്ക, മദീന, അൽ അഖ്സ എന്നീ 3 മസ്ജിദിൽ ഒന്ന് നിസ്കരിക്കാൻ നേർച്ച ചെയ്താൽ മക്കയിലെ മസ്ജിദ് മദീന മസ്ജിദിനും അഖ്സക്കും പകരമാകും. മദീനയിലെ മസ്ജിദ് അൽ അഖ്സക്ക് പകരമാകും. മറ്റു മസ്ജിദ് നിസ്കരിക്കാൻ നേർച്ച ചെയ്താൽ ഏത് മസ്ജിദ് വെച്ചും നിസ്കരിക്കാം. 6-ാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭൂമി ഗനീമത്തായി ലഭിച്ച സംഭവം ചുരുക്കി വരിക്കുക. ഖൈബറിൽ ഗനീമത്തായി ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭൂമി ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് ഭൂമി ലഭിച്ചു, ഇതിനേക്കാൾ നല്ല ഒന്നും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അതിന്റെ മൂലവസ്തു വഖഫ് ചെയ്യുകയും ആദായം ദാനം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആ ഭൂമി വിൽക്കുകയോ ദാനമായി നൽകുകയോ അനന്തരമെടുക്കുകയോ പാടില്ല എന്ന അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു ദാനമായി നൽകി. അതിൽ നിന്നുള്ള വരുമാനം ദരിദ്രർക്കും ബന്ദികൾക്കും അടിമമോചനത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിലും അതിഥികൾക്കും യാത്രക്കാർക്കും വേണ്ടി ഉപയോഗിക്കണമെന്നും വ്യവസ്ഥ വെച്ചു. അതിന്റെ നടത്തിപ്പുകാർക്ക് ന്യായമായ രീതിയിൽ ഭക്ഷിക്കാം, സുഹൃത്തുക്കളെ കഴിപ്പിക്കാം. അത് മുഖേന സാമ്പത്തിക നേട്ടം ഉദ്ദേശിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.